ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ചെറിയൊരു ഇവിടുത്തെ കുറച്ച് ചെടികൾ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതും സിറ്റ് ഔട്ടിൽ ഞാൻ മുറ്റത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. നമ്മളിത് അതിൻ്റെ സിറ്റ് ഔട്ടിനകത്ത് തന്നെ ഒരു ഷൂറാക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. അത് അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് മണി പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത്. മണി പ്ലാന്റ് ഞാൻ അതിനകത്ത് വെള്ളത്തിനകത്താട്ടോ മണി പ്ലാന്റ് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു സെറാമിക്കിന്റെ 3 ബൗളാണത്. അപ്പൊ അതിനകത്തൊരു കുറച്ച് ചെടികളും പിന്നെ ഒരു ഷൂറാക്കും പിന്നെ ഒരു ചെയറും അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ സൈഡിലാണ് ഞാൻ പിന്നെ കുറെ ചെടികൾ വെച്ചേക്കുന്നത്. ചെടികൾ എന്ന് പറയുമ്പം ഒരു 3-4 വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. അഗ്ലോണിമ ഉണ്ടാവും, പിന്നെ ഇതാ പീസ് ലില്ലി ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സത്യത്തിൽ അത് പോയി. പിന്നെ ഉള്ളത് മണി പ്ലാന്റ്, പിന്നെ സ്പൈഡർ പ്ലാന്റിന്റെ ഒരു 2 വെറൈറ്റീസ്. അത്രയും നമുക്ക് സത്യത്തിൽ ചെടികളായിട്ട് 1-2 എക്സ്ട്രാ വരുന്നതുള്ളൂ. ബാക്കിയൊക്കെ ഓരോരോ പീസുകളായിട്ടൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഈ നിൽക്കുന്ന ഇതിലെ പകുതി മണി പ്ലാന്റ് ആണ്, പിന്നെ അഗ്ലോണിമ, പിന്നെ അങ്ങേ അറ്റത്ത് റബ്ബർ പ്ലാന്റ് നിൽപ്പുണ്ട്. ആ റബ്ബർ പ്ലാന്റ് നമ്മൾ മേടിച്ച സമയത്ത് നമ്മൾ ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്തത്. അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ വളരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അകത്തങ്ങ് സർവൈവ് ചെയ്യാണ്ടത് കേടായി തുടങ്ങി. അപ്പൊ നമ്മൾ അതിന് പുറത്തേക്ക് വെച്ചു. പുറത്ത് വെച്ചപ്പോൾ കുറച്ച് വെയിലുള്ളിടത്തും കണ്ട് വെച്ചത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് വാടിക്കരിഞ്ഞു തുടങ്ങിയിട്ട്. അപ്പൊ അത് ഞങ്ങൾ വീണ്ടും അത് കേടായിട്ട് വീണ്ടും അത് ഉണ്ടായി വന്നതാണ് അത്രേ ആ മണി പ്ലാന്റ് അലച്ച റബ്ബർ പ്ലാന്റ്. അപ്പൊ ഇതാ നമുക്കൊരു കറിവേപ്പുണ്ട് ഈ സൈഡിലായിട്ട്. അപ്പൊ ഇതാണ് കറിവേപ്പ് നമ്മുടെ ഇവിടുത്തെ. അപ്പൊ വീടിന്റെ ഒരു സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് ചെടികളില്ല, ഞാൻ പറഞ്ഞില്ല കുറെ ചെടികൾ മണി പ്ലാന്റ് ആയിരുന്നു. മണി പ്ലാന്റ് ഇങ്ങനെ ഭിത്തിയിൽ കയറി പിടിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ളത് ഇങ്ങനെ ഇത്ര ചെടികളാട്ടോ. അപ്പൊ ഈ ഒരു റൈറ്റ് സൈഡിലാണ് ഞാൻ വീടിന്റെ വെച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നൊക്കെ ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ മറ്റേ സ്പൈഡർ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി അതുകൊണ്ട്, പിന്നെ അഗ്ലോണിമ, മണി പ്ലാന്റ്, ഇത്രയാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു കൊക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെയായിരുന്നു ഞാൻ ആദ്യം കുറച്ചും കൂടെ ചെടികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ അവിടെ ജനലിന്റെ അടുത്ത് അവിടെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡോർ ചട്ടികളാട്ടോ. ഇതിനകത്തൊക്കെ മണി പ്ലാന്റ് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ വെയിൽ കാരണം ഭയങ്കരമായിട്ട് ചെടിയൊക്കെ കരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭിത്തിയുടെ അവിടെ മേളിലായിട്ട് സ്പൈഡർ പ്ലാന്റ് ആണ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് മണി പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു ചെടികളും ഉണ്ടായിരുന്നില്ല. നമുക്ക് അതേ പിടിക്കുകയുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയാണ് നമ്മൾ പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടെല്ലാം ചില ചെടികളൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ഏതാണോ നമുക്ക് ഇവിടെ പിടിച്ചു കിട്ടുന്നത് അത് മാത്രമാക്കി. പിന്നെ ഇതിനകത്തൊരു താമരയായിരുന്നു വലിയ ബൗളിനകത്ത്. പക്ഷെ അതെന്തോ ഒരു ഫംഗസ് പിടിച്ച് അത് കേടായതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തേക്ക് മണി പ്ലാന്റ് ഒരു ദിവസം കട്ട് ചെയ്തപ്പോൾ അത് ഞാൻ കുത്തി നിർത്തിയത് കേട്ടോ. അപ്പൊ അത് പക്ഷെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ഭിത്തിയുടെ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിലും കുറച്ച് മണി പ്ലാന്റ് നമ്മൾ അങ്ങനെ ചട്ടിക്കകത്ത് ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ മൊത്തം അഗ്ലോണിമ കേട്ടോ. അഗ്ലോണിമയും നമുക്ക് പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ അതെന്തോ ഇപ്പൊ അത് സെറ്റായി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് മൊത്തം അഗ്ലോണിമ വെച്ചിട്ടുണ്ട്. അതിനകത്തുണ്ട് ഒരു കൊക്കിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് മണി പ്ലാന്റ്. അപ്പൊ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗാർഡൻ ടൂറോ ചെടികളൊക്കെ ഒന്ന് കാണിക്കുന്നു. അപ്പം കാണിക്കാന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രമാത്രം ഒന്നും കാണിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ അതൊന്നും ഈ വെയില് കാരണം ഒന്നും പിടിക്കാത്തതുകൊണ്ടും കേടാവുന്നതുകൊണ്ടും പിന്നെ കുറച്ച് ചെടികളേ ഉള്ളൂ. നമുക്ക് ഏതാണോ നമ്മൾ 2 ദിവസം മാറി നിന്നാലും എന്താ പറയാ സർവൈവ് ചെയ്യുന്ന അങ്ങനത്തെ ചെടികൾ മാത്രമേ ഇപ്പൊ വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ സൈഡിൽ കംപ്ലീറ്റ് ഞാൻ ബൊഗൈൻവില്ല ആട്ടോ വെച്ചത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച അത് കംപ്ലീറ്റ് വെട്ടി കൊടുത്തു. അതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലുതാവും. പിന്നെ ഇവിടെയാണ് ഞാൻ നേരത്തെ ചെടികൾ ഉണ്ടായിരുന്നു, കിണറാണ് ഈ സൈഡിലുള്ളത്. അപ്പൊ അവിടെ ഞാൻ ചെടികൾ ഉണ്ടായിരുന്നു, അത് ഫുള്ള് മണി പ്ലാന്റ്. അപ്പൊ ഭിത്തിയെ കയറി പിടിച്ചപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്റെ വീട്ടിലെ ചെടികൾ. ഗേറ്റിന്റെ പുറത്ത് കുറച്ചുണ്ട്, അത് ഞാൻ ഒന്നും സെറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാട്ടോ കാണിക്കാതെ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.